സാർ നമസ്കാരം. നമസ്കാരം. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തിന് ശേഷം അല്ലെങ്കിൽ അതിന് സമാനമായ സമയത്ത് തന്നെ കേരളം ഞെട്ടിത്തെറിച്ച് നിന്ന ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു എന്നുള്ളത്. മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു നയതന്ത്ര ബാഗേജ് വഴിയുള്ള ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നത്. അന്ന് നയതന്ത്ര കാര്യാലയത്തിൽ ജോലിയുണ്ടായിരുന്ന സ്വപ്ന സുരേഷ് എന്ന ഒരു വനിതയെ അതിനുപയോഗിച്ചു എന്നും പിന്നീട് ആ വനിത ജയിലിൽ അടയ്ക്കപ്പെട്ടു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 1.5 വർഷക്കാലത്തോളമാണ് അവർ കേരളത്തിലെ വിവിധ ജയിലുകളിൽ മാറി മാറി കഴിയേണ്ടി വന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഞാൻ ചേർത്ത് വായിക്കുന്നു. TP നന്ദകുമാർ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ആദ്യം പ്രിന്റ് മീഡിയയിലൂടെ രംഗത്ത് വരുന്നു, പിന്നീട് ഓൺലൈൻ മാധ്യമത്തിലേക്ക് കടക്കുന്നു. ക്രമാനുഗതമായി പ്രിന്റ് മീഡിയ എന്ന പോലെ തന്നെ ഓൺലൈൻ മാധ്യമവും നന്ദകുമാർ സാറിനെ ജനം സ്വീകരിക്കുന്നു. നേരായ സമയത്ത് സത്യസന്ധതയോടുകൂടി സത്യം വിളിച്ചു പറയാൻ ഒട്ടും ഭയമില്ല എന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ആ മാധ്യമത്തെയും ജനം 2 കൈയും നീട്ടി സ്വീകരിക്കുന്നു. എന്നാൽ സ്വപ്ന സുരേഷിനും TP നന്ദകുമാറിനും ചില സമാനതകൾ ഒരു എളിയ മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ കണ്ടെത്തുന്നു. രണ്ടുപേരുടെയും 2 മേഖലയായിരുന്നു എങ്കിലും സമൂഹത്തെ ബാധിച്ച അഴിമതി എന്ന അർബുദത്തെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി 2 പേരും വലിയ ധൈര്യം കാണിച്ചു. മാത്രമല്ല ഉദയസൂര്യനെതിരെ നിലകൊണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. VM ഖണ്ഡേക്കറിന് അങ്ങനെ ഒരു നോവൽ പോലും ഉണ്ട്, ഉദയസൂര്യനെതിരെ എന്നുള്ളത്. അപ്പോൾ പിണറായി വിജയൻ എന്ന ആ ഒരു ചോദ്യം ചെയ്യാനാവാത്ത ശക്തിയോട് എതിരിട്ടുകൊണ്ട് തന്നെയാണ് നന്ദകുമാർ എന്ന മാധ്യമപ്രവർത്തകൻ്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ. അതിനുവേണ്ടി അനാവശ്യമായ രീതിയിൽ ജയിൽവാസം പോലും അനുഷ്ഠിക്കേണ്ടതായി വന്നിട്ടുണ്ട്. വീട്ടുകാരെ അടക്കമുള്ള ആളുകളെ പാതിരയ്ക്ക് വിളിച്ചെഴുന്നേപ്പിച്ച് പോലീസ് നടപടിക്രമങ്ങളിൽ പങ്കാളിയാക്കിയ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. നമ്മുടെ ഓഫീസ് റെയ്ഡ് ചെയ്ത കാര്യം, ഓഫീസിൽ നിന്ന് സാർ മറ്റൊരു കോടതി വ്യവഹാരത്തിന് പോയപ്പോൾ ആ കോടതിയുടെ പരിസരത്ത് വെച്ച് കസ്റ്റഡിയിലെടുത്ത കാര്യമെല്ലാം മാധ്യമങ്ങൾക്കറിയാം, നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെയായിരുന്നു സ്വപ്ന സുരേഷ് എന്ന വനിതയോട് പിണറായി വിജയൻ സർക്കാർ കാണിച്ചിരുന്ന സമീപനവും. 2 കൂട്ടരും സമൂഹത്തോട് സത്യം തുറന്നു പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് പിണറായി വിജയനോട് ഇവരോടുള്ള ദേഷ്യം. കാരണം പിണറായി വിജയന് വ്യക്തിപരമായി ഈ 2 കൂട്ടരോടും മറ്റു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ ശത്രുത തോന്നേണ്ട വിഷയങ്ങളോ ബന്ധങ്ങളോ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സ്വപ്ന സുരേഷ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളിൽ വന്നൊരു പ്രസ്താവന കൊടുത്തിരിക്കുന്നു. പിണറായി വിജയൻ ഒന്നിനും കൊള്ളാത്ത ഒരു ഭരണാധികാരിയാണ്. തൻ്റെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി മാത്രം കേരളം ഭരിക്കുകയും അഴിമതി നടത്തുകയും കാശുണ്ടാക്കുകയും ചെയ്ത ഒരു ഭരണാധികാരി എന്ന രീതിയിൽ പിണറായി വിജയനെ വരും കാലം വാഴ്ത്തും എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞിരിക്കുന്നത്. സ്വപ്ന സുരേഷിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായി അവരെ ഉപദ്രവിച്ചിട്ടുള്ള ഒരു ഭരണാധികാരിയും പിണറായി വിജയനാണെന്ന് പറയുമ്പോൾ ഇവിടെ സമാനമായ രീതിയിൽ സാറിൻ്റെ ജീവിതത്തിലും സാറിൻ്റെ മാധ്യമ ജീവിതത്തിലും സംഭവിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ്. എങ്ങനെയാണ് സാർ ഇനി പിണറായി വിജയൻ എന്ന ഈ നേതാവ് കേരളത്തിൽ വീണ്ടും ഇതുപോലെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന തരത്തിൽ ഒരു ഭരണം നടത്താനുള്ള അവസരമുണ്ടാകുമോ? വീണ്ടും ഏതെങ്കിലും മാധ്യമപ്രവർത്തകനെ നന്ദകുമാർ സാറിന് അനുഭവപ്പെട്ട പോലുള്ള, അല്ലെങ്കിൽ ഷാജൻ സ്കറിയയ്ക്ക് അനുഭവപ്പെട്ടതുപോലുള്ള, KM ഷാജഹാന് അനുഭവപ്പെട്ടതുപോലുള്ള ഒരു ദുരവസ്ഥ ഇനി പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? വീണ്ടും അത്തരമൊരു സർക്കാർ വരുമോ? വീണ്ടും സ്വപ്ന സുരേഷ്മാർ സൃഷ്ടിക്കപ്പെടുമോ? അതായത് പിണറായി വിജയനെ വീണ്ടും അധികാരത്തിലേക്ക് ജനങ്ങൾ കൊണ്ടുവരുമോ എന്നുള്ള ചോദ്യം തന്നെ പ്രസക്തിയില്ലാത്തതാണ്. പിണറായി വിജയൻ്റെ യുഗം അവസാനിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ 1998 മുതൽ 2026 വരെയായിരുന്നു. പക്ഷേ ഇത്രയും കാലം അദ്ദേഹത്തിന് ആളുകളെ പറ്റിച്ച്, ഇവിടെ പാർട്ടിയെ പറ്റിച്ച്, അണികളെ പറ്റിച്ച് അദ്ദേഹത്തിനോട് ഭരിക്കാൻ കഴിഞ്ഞു, പാർട്ടിയെ നയിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഏറ്റവും ഞെട്ടിക്കുന്നൊരു സംഭവമാണ്. കാരണം ഇത്രയും പെരുങ്കള്ളനായ തട്ടിപ്പുകാരനായ മാഫിയ തലവനെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് അവരോധിക്കുകയും പിന്നീട് മുഖ്യമന്ത്രിയായി അവരോധിക്കുകയും എന്നിട്ട് അദ്ദേഹം ഭരിച്ചു എന്ന് പറയുന്നത് ഈ നാടിന് ഉണ്ടായ അപമാനം, നാണക്കേട് ചെറുതൊന്നുമല്ല. ആ അപമാനത്തിന് ഇത്രയും പറയാൻ കാരണം, ഞാൻ ഈ വിവരങ്ങളെല്ലാം ആദ്യമായി പുറത്തു കൊണ്ടുവരുന്നത്, പിണറായി വിജയനെതിരെ ശക്തമായി പുറത്തു കൊണ്ടുവരുന്നത് 2005-ലാണ്. ഞാൻ ഈ വാർത്ത കൊണ്ടുവന്നപ്പോൾ അത് ശക്തമായി ഏറ്റെടുക്കേണ്ട പാർട്ടി CPM എന്നുള്ള പാർട്ടി അതിനെ തള്ളിക്കളയാണ് ചെയ്തത്, എന്നെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. ഒരു സാമൂഹ്യ ദ്രോഹിയായിട്ടാണ് എന്നെ ചിത്രീകരിച്ച ദേശാഭിമാനി. എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുകയായിരുന്നു പിണറായി വിജയൻ. അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഹൈക്കോടതി റിട്ട് കൊടുത്തുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ആ പോരാട്ടം അന്ന് മുതൽ തുടങ്ങിയിട്ടുള്ള പോരാട്ടം ഇന്നിപ്പോൾ 2026 വരെ ആകുമ്പോഴും ഞാൻ നിർത്താതെ തന്നെ പോരാട്ടം നടത്തുകയാണ്, ഒരു വിട്ടുവീഴ്ചയില്ലാതെ.
ഞാൻ പുറത്തു കൊണ്ടുവന്ന ലാവ്ലിൻ കേസ് അത് സത്യമാണെന്ന് തെളിയിക്കാൻ എനിക്ക് ഹൈക്കോടതിയിൽ CBI അന്വേഷണത്തിന് ഹർജി കൊടുക്കേണ്ടി വന്നു. നീണ്ട നാളത്തെ നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു. ആ പോരാട്ടത്തിൻ്റെ ഒടുവിൽ ഇപ്പോൾ സുപ്രീം കോടതി കിടക്കുകയാണ്. പണം കൊണ്ട് എന്തും മാറ്റാൻ പറ്റും, പണമുണ്ടെങ്കിൽ കോടതിയെ പോലും വിലക്കെടുക്കാൻ പറ്റും എന്ന് തെളിയിച്ചു എന്ന് വേണം അദ്ദേഹത്തിൻ്റെ അഡ്വക്കറ്റായ MK ദാമോദരൻ്റെ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ. അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരത്തെ CBI കോടതിയിലെ ജഡ്ജ് R രഘുവിന് ലാവ്ലിൻ കേസ് ഡിസ്ചാർജ് പെറ്റീഷൻ അനുവദിക്കുന്നതിന് 5 കോടി രൂപ കൊടുത്തു എന്നാണ്. അതേപോലെ ഉബൈദ് എന്ന് പറയുന്ന ഹൈക്കോടതിയിലെ ജഡ്ജിന് 25 കോടി കൊടുത്തു എന്നാണ്. മാത്രമല്ല 2 പേർക്ക് മക്കൾക്ക് യൂസഫ് അലിയുടെ കമ്പനിയിൽ ജോലി കൊടുത്തു എന്നാണ്. ഇതെന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഏത് തരത്തിലാണ് അട്ടിമറിക്കാൻ പണമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്വാധീനവും കഴിവുമുണ്ടെന്നുള്ളതാണ്. അദ്ദേഹം ഭരിക്കാൻ കഴിവില്ല എന്ന് സ്വപ്ന സുരേഷ് പറയുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള വാ തുറന്ന കള്ളം പറയാനും തട്ടിപ്പ് നടത്താനും പിണറായി വിജയനെ കഴിച്ചിട്ടേ കേരളത്തിൽ ആരുമുള്ളൂ. നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം എത്ര ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് തോന്നിപ്പോകും. പക്ഷെ യഥാർത്ഥ സ്വരൂപം ഭീകരരൂപമാണ്. ആ ഭീകരരൂപത്തിൻ്റെ മുഖം ഡ്രാക്കുളയെ പോലെ ചോര കുടിക്കാൻ ആഗ്രഹിക്കുന്ന മുഖമാണ് അദ്ദേഹത്തിൻ്റെത്. സാർ, ഇവിടെ 1-2 പ്രത്യേകതകൾ കൂടിയുണ്ട്. കാരണം ഈ സ്വപ്ന സുരേഷ് ലൈഫ് മിഷൻ കോഴ കേസ്, അതുപോലെ സ്വർണ്ണക്കള്ളക്കടത്ത്, നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത്, കൂടാതെ ഫോൺ, അങ്ങനെ നിരവധി അഴിമതി ആരോപണങ്ങൾ അക്കമിട്ട് അടയാളപ്പെടുത്തി പിണറായി വിജയൻ്റെയും മകളുടെയും കുടുംബത്തിൻ്റെയും മകൻ്റെയും എല്ലാം പേരിൽ അവർ എടുത്തു പറയുകയുണ്ടായി. ഇതിനെല്ലാം ഞാൻ തെളിവ് തരാം എന്ന് പറഞ്ഞിട്ട് പോലും ഒരു വാക്ക് പോലും പിണറായി വിജയൻ സ്വപ്ന സുരേഷിന് മറുപടിയായി കൊടുത്തിട്ടില്ല. മാത്രമല്ല, ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വപ്ന സുരേഷിനെതിരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു കോടതിയിലോ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ അവർക്കെതിരെ ഒരു പെറ്റി കേസ് പോലും പിണറായി വിജയൻ കൊടുത്തില്ല. എവിടെയെങ്കിലും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ മൈക്കൊന്ന് ഹൗൾ ചെയ്ത ആ മൈക്ക് സെറ്റുകാരനെയും മൈക്ക് വരെ കസ്റ്റഡിയിൽ എടുക്കുന്ന പിണറായി വിജയൻ തനിക്കും കുടുംബത്തിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അവർക്കെതിരെ ഒരു മറുപടി പോലും കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇത് തന്നെയാണ് TP നന്ദകുമാർ എന്ന ക്രൈം എന്ന ഓൺലൈൻ എന്ന മാധ്യമത്തിലൂടെയും അല്ലെങ്കിൽ പ്രിന്റ് മീഡിയയിലൂടെയുമെല്ലാം പിണറായി വിജയന്റെ അഴിമതി ആരോപണങ്ങൾ ഒന്നൊന്നായി പുറത്തു കൊണ്ടുവരുമ്പോഴും അതിനെതിരെ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ നന്ദകുമാർ വരൂ നമുക്ക് സംസാരിക്കാം, എന്താണ്, ഏത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടുന്നത്, ആരാണ് നിങ്ങൾക്ക് ഇത്തരം വിവരങ്ങൾ എത്തിച്ചേരുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെയല്ല കാര്യങ്ങളുടെ പോക്ക്, ഇതാണ് ശരി എന്ന് പറയാൻ വേണ്ടി ഒരു സിറ്റിങ്ങിന് പോലും സാറിനെ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പരിമിതമായിട്ടുള്ള അറിവ്. ഈ 2 കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ പിണറായി വിജയൻ എപ്പോഴും സത്യത്തിന് മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. ഞാൻ എൻ്റെ കാര്യവും സ്വപ്ന സുരേഷിൻ്റെ കാര്യത്തിലേക്കും കടക്കാം. എൻ്റെ കാര്യത്തിൽ എന്നെ ഓഫീസ് കത്തിച്ച ശേഷം പിറ്റേ ദിവസം പിണറായി വിജയൻ എറണാകുളത്തുള്ള കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവായിരുന്ന JK പേട്ടൻ വഴി പിണറായി വിജയൻ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ രേഖകൾ ആര് തന്നു എന്നാണ്. ലാവ്ലിൻ കേസിന്റെ അർത്ഥം എന്താ? രേഖകളെല്ലാം കറക്റ്റാണ്. അപ്പം ആര് തന്നേ പിണറായി വിജയൻ അറിയേണ്ടുള്ളൂ, എവിടെ നിന്ന് കിട്ടി എന്ന് മാത്രമേ അറിയേണ്ടുള്ളൂ. സംഭവം സത്യമാണ് എന്ന് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യാണ് ചെയ്തത്. പിന്നീട് 25 കോടി വരെ എനിക്ക് ഓഫർ തന്നു. ഞാൻ അതിനൊന്നും വഴങ്ങിയിട്ടില്ല. മാത്രമല്ല, ഞാൻ അന്ന് മുതൽ പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള ഗുണ്ട അല്ലെങ്കിൽ ഭീഷണിക്ക് വഴങ്ങിയില്ല. മാത്രമല്ല, അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ കൊടുത്ത പെറ്റീഷൻ പ്രകാരം എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിന് വന്നു. ഇതേപോലെയാണ് സ്വപ്ന സുരേഷിന്റെ കാര്യം. സ്വപ്ന സുരേഷിനെ UAE കോൺസുലേറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇതിനൊക്കെ പറ്റിയ ആളാണ്, എല്ലാവരുമായി സംസാരിക്കാനും അധികാര സ്ഥാനങ്ങളിൽ ബന്ധങ്ങളും ഉണ്ട്, UAE കോൺസുലേറ്റുമായിട്ട് ബന്ധമുണ്ട്, ഇവിടെ കൊണ്ടുവന്നാൽ ഇത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് സ്പൈസ് വാട്ടർ കൂപ്പർ വഴി അവരെ വളഞ്ഞ വഴി കൂടെ പിണറായി വിജയന്റെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ വഴി വഴി അദ്ദേഹത്തിന് ജോലി കൊടുത്തത്. ആ ജോലി കൊടുത്തത് മാത്രമല്ല, വലിയ ഹൈ പവറാണ് അവർക്ക് കൊടുത്തത്. അവർക്ക് ഇഷ്ടപ്രകാരം യാത്ര ചെയ്യാം, അതിൽ കേരള സർക്കാരിൻ്റെ ബോർഡ് ഉപയോഗിക്കാം, എവിടെ വേണമെങ്കിലും കടന്നു ചെല്ലാം എന്നുള്ള അധികാരങ്ങൾ കൊടുത്തിട്ടാണ് അവരെ കള്ളക്കടത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തിയത്. ആ നയതന്ത്ര ബാഗേജിലൂടെ 33 തവണ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ ഇത് പിടിക്കപ്പെട്ടപ്പോൾ അവരെ ഇവിടുന്ന് ADGP അജിത് കുമാറാണെന്ന് കോവിഡ് കാലത്ത് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സമയത്ത് ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയത്. ആ പോകുന്ന വഴിക്കിൽ വെച്ച് കൊല്ലാനുള്ള ശ്രമം നടത്തിയിരുന്നു. കാരണം തെളിവില്ലാതാക്കാൻ വേണ്ടിയിട്ട്, ഇവിടുന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് കടത്തിയത് കൊണ്ടുവന്നത് എന്നിപ്പോൾ അറിയാതിരിക്കാൻ വേണ്ടി. അവസാനം അവരെ അറസ്റ്റ് ചെയ്തോട് കൂടിയിട്ടാണ് അവർ രക്ഷപ്പെട്ടത്. അറസ്റ്റ് ചെയ്ത ശേഷം ജയിലിൽ കിടന്നപ്പോൾ അവരെ കൊല്ലാൻ വേണ്ടിയിട്ട്, ജയിലിൽ വെച്ച് കൊല്ലാൻ വേണ്ടി പ്ലാൻ ഉണ്ടെന്നുള്ള വിവരം ക്രൈമാണ് പുറത്തുവിട്ടത്. അത് പിണറായി വിജയൻ അതിൻ്റെ പിന്നിലുള്ളതെന്ന് കൃത്യമായി വാർത്ത പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിലാണ് അവർ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ സ്വപ്ന സുരേഷിനെ ജയിലിൽ വെച്ച് കൊല്ലുമായിരുന്നു.
ജയിലിൽ വെച്ച് എന്താണ്ടായത്, അവരെ നഗ്നയാക്കി ചവിട്ടി മരിച്ചു എന്ന് അവരൊരു മൊഴി കൊടുത്തിട്ടുണ്ട്. കസ്റ്റംസ് തന്നെ ഹൈക്കോടതിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയനാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ രേഖ ഞാൻ നേരത്തെ പുറത്തുവിട്ടുള്ളതാണ്. അങ്ങനെയുള്ള സ്വപ്ന സുരേഷിന് പിണറായി വിജയന്റെ എന്തൊക്കെ അഴിമതികൾ നടത്തിയിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം. നേരിട്ട് അതിന് ഇൻവോൾവ് ചെയ്ത ആളാണ്, അവരെയാണ് ഉപയോഗിച്ചിരുന്നത്. ഞാൻ പുറത്തുനിന്ന് അന്വേഷണം നടത്തി കണ്ടുപിടിച്ച രേഖകളാണെങ്കിൽ സ്വപ്ന സുരേഷ് അതിൻ്റെ ഉള്ളിൽ അവരെ ഉപയോഗപ്പെടുത്തി നേരിട്ട് പിണറായി വിജയൻ നടത്തിയുള്ള കാര്യങ്ങളാണ് അവർ 164 സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുള്ള നേരിട്ടുള്ള അനുഭവത്തിൻ്റെ ആണെങ്കിൽ അവർ നടത്തിയ അഴിമതിയുടെ രേഖകൾ പുറത്തു കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്കും വധഭീഷണി ഉണ്ടായി, സ്വപ്ന സുരേഷിനെ കൊല്ലാനും ശ്രമിച്ചു. ഞാൻ രക്ഷപ്പെട്ടത് ഹൈക്കോടതി ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇപ്പോഴും എനിക്കെന്തും പറ്റിയാൽ പിണറായി വിജയനാണ് ഉത്തരവാദി എന്ന് കൃത്യമായ രേഖ കോടതികളിലും അതേപോലെ എല്ലാ തലത്തിലും ഞാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ സ്വപ്ന സുരേഷിനും അങ്ങനെ തന്നെയാണ്. പിണറായി വിജയൻ അതുകൊണ്ടാണ് എന്നെയും സ്വപ്ന സുരേഷിനെയൊന്നും കൊല്ലാതിരുന്നത്, അല്ലെങ്കിൽ എന്നോ കൊല്ലുമായിരുന്നു. TP ചന്ദ്രശേഖരനെ കൊന്നിട്ടുള്ള പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എന്നെയും അതേപോലെ സ്വപ്ന സുരേഷിനെയും കൊല്ലാൻ വലിയ ബുദ്ധിമുട്ടാണോ? പക്ഷേ അദ്ദേഹത്തിന് ഈ രൂപത്തിൽ തിരിച്ച് ബൂമറാങ് പോലെ തിരിച്ചടി കിട്ടും എന്ന് കൃത്യമായി വന്നതുകൊണ്ടാണ് അദ്ദേഹം ആ കാര്യങ്ങളിൽ പോവാത്തത്. അപ്പോൾ എന്തായാലും സ്വപ്ന സുരേഷ് വഴി വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നടത്തിയിട്ടുള്ള കാര്യങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്നാണ്. അതായത് രാജ്യദ്രോഹ കുറ്റമാണ്, നയതന്ത്ര ബാഗേജിലൂടെയാണ് നടത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രി തന്നെ കേരളത്തിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് കൃത്യമായ വസ്തുതകളില്ലാതെ പ്രധാനമന്ത്രി അങ്ങനെ സംസാരിക്കില്ലല്ലോ. അമിത്ഷായും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ രണ്ടുപേരും പിണറായി വിജയനെ സംരക്ഷിച്ചിട്ടുണ്ട്. അതാണ് BJP ഇവിടെ വളരാത്തതിന് കാരണം. ഈ പെരുങ്കള്ളനെ സംരക്ഷിക്കുന്ന BJPയുടെ നിലപാടിനെതിരെയാണ് BJPയിലെ അണികൾ വോട്ട് ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ BJP വലിയ തോതിൽ വളരുമായിരുന്നു. ഭാഗ്യത്തിന് 3 സീറ്റ് വിജയിച്ചു എന്നുള്ളത് അടുത്ത പ്രാവശ്യം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷയില്ല താനും. കാരണം അത് അവർക്ക് BJP വളരാത്തതിന് കാരണം പിണറായി വിജയനെ ഇങ്ങനെ സംരക്ഷിച്ച് കൊണ്ട് നടന്നുകൊണ്ട് മാത്രമാണ്. ഇപ്പോഴും അതിലെ ചില നേതാക്കന്മാർ മിണ്ടാതിരിക്കുന്നത് കണ്ടില്ലേ? അതേസമയത്ത് കോൺഗ്രസ് ആണ് ഇവിടെ അതിലെ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിന് ഇവിടെ വോട്ട് കിട്ടിയത്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പൊ ഈ വിധത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന വിഗ്രഹം ഉടഞ്ഞു പോയിട്ട് കുറേ കാലമായി. ഇപ്പോൾ അതിൻ്റെ അണികൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. അണികളുടെ വികാരം നേതാക്കന്മാരും മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ തക്ക സമയമാണ് പിണറായി വിജയൻ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് വന്ന് അതിൻ്റെ ഒരു കൃത്യമായുള്ള വിവരങ്ങൾ പ്രകാരം പിണറായി വിജയനെയും അതേപോലെ മകളെയും മകനെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് കൃത്യമായി അറിഞ്ഞ അതിലുള്ള CPM പിണറായി വിജയൻ്റെ കൂടെ നിന്നിരുന്ന പല നേതാക്കന്മാരും ഇപ്പോൾ കൃത്യമായി ജനങ്ങളുടെ വികാരവും ഇത്രയും കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോഴാണ് കൃത്യമായി വിളിച്ചു പറയാൻ പറ്റിയ സമയം എന്ന് മനസ്സിലാക്കി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഞാനും സ്വപ്ന സുരേഷും ചെയ്തിട്ടുള്ളത് ഒരേപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. സ്വപ്ന സുരേഷ് അതിൻ്റെ അകത്തിരുന്നു കൊണ്ട് പുറത്തു കൊണ്ടുവന്നു. അവരെ എന്താ ചെയ്തത്? സ്വപ്ന സുരേഷിനെ അവർ ചെയ്തത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതെല്ലാം സ്വപ്ന സുരേഷാണ് എന്ന് വരുത്താൻ ശ്രമിച്ചു. യഥാർത്ഥത്തിൽ പിണറായി വിജയന് വേണ്ടിയിട്ട് ജോലി എടുക്കുക മാത്രമാണ് ചെയ്തത്. അതും ഗവൺമെന്റ് അധികാരത്തിൽ ഇരുന്നുകൊണ്ട് ഗവൺമെന്റിന്റെ അദ്ദേഹത്തിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ജോലി എടുത്തോണ്ടാണ് ചെയ്തത്. അവർ കുറ്റവാളിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരം വെളിപ്പെടുത്തൽ നടത്തിയത്. അല്ല, അവർ കുറ്റവാളിയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. പിണറായി വിജയൻ പറഞ്ഞ പ്രകാരം അവർ ചെയ്തു. ശിവശങ്കർ പറഞ്ഞ പ്രകാരം ചെയ്തു. എന്റെ ജോലി അതാണെന്ന് അവർ തെറ്റിദ്ധരിപ്പിച്ചു. ഗവൺമെന്റ് ജോലി അതാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിനുള്ളിൽ സ്വർണ്ണമാണ് വരുന്നതെന്ന് അവർക്ക് അറിയില്ല സത്യത്തിൽ. പിന്നീടാണ് ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവരത് മനസ്സിലാക്കുന്നത്. അതേപോലെ ഡോളർ അവരൊക്കെ അറിയില്ലായിരുന്നു എന്താണ് കടത്തുന്നത് എന്നുള്ളത്. അവിടെ സ്കാൻ ചെയ്ത് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഡോളറായിരുന്നു എന്നുള്ളത്. അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പിൽ അവർ 19 കോടി രൂപ വരുത്തിക്കുന്നതിനുള്ള സഹായം ചെയ്ത് കൊടുത്തിട്ട് അവസാനം വീണ വിജയന് വേണ്ടിയിട്ടുള്ള 1 കോടി രൂപയാണ് ബാങ്ക് ലോക്കറിൽ അവരുടെ താല്പര്യപ്രകാരം സൂക്ഷിച്ചു വെച്ചത്. പിണറായി വിജയനല്ലേ പറയുന്നത്, മുഖ്യമന്ത്രിയല്ലേ പറയുന്നത്. ആ രൂപത്തിലാണ് കാര്യങ്ങൾ നടന്നത്. അവസാനം അവരെന്തായി ഒറ്റയ്ക്ക് കുടുങ്ങി, ശിവശങ്കർ കുടുങ്ങി, പിണറായി വിജയൻ രക്ഷപ്പെട്ടു. എന്തായാലും സ്വപ്ന സുരേഷിന് കൃത്യമായിട്ട് പിണറായി വിജയൻ നടത്തിയുള്ള തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിയാം. അവർക്ക് വിദേശത്തുള്ള കള്ളപ്പണ നിക്ഷേപത്തിന്റെ കാര്യങ്ങളും അറിയാം. ഇവരെ ആരെയും സഹായം ഇല്ലാതെയാണ് വിളിച്ചു പറഞ്ഞെങ്കിൽ സ്വപ്ന സുരേഷ് നേരിട്ട് അറിയുന്ന കാര്യമാണ്. ഞാൻ എന്ത് പറയുന്നു അതൊക്കെ തന്നെ സ്വപ്ന സുരേഷും പറഞ്ഞിട്ടുണ്ട്. സ്വപ്ന സുരേഷ് കേട്ടറിഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് വേറെ വഴിക്ക് കിട്ടുന്ന സോഴ്സ് വഴിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൻ്റെ അർത്ഥം പിണറായി വിജയൻ എന്ന് പറയുന്ന കള്ള നാണയമാണ്, അദ്ദേഹം കാട്ടുകള്ളനാണെന്ന് കൃത്യമായി ഇപ്പോൾ
ലോകവും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം.